യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ, നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനോടൊപ്പം നടന്നുകൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറുവാൻ, നിങ്ങൾ ചെയ്യുന്നതെന്തും അനുഗ്രഹിക്കപ്പെടുവാൻ വചനത്തിലോട് ചേർന്ന് വയ്ക്കുന്ന ആ വചനം ശ്രവിക്കുവാൻ ദൈവം അവസരം തന്നതിന് സർവശക്തനായ നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്കും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ കാവൽ മാലാഖമാർ വന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുന്നുണ്ട്, നീ ദൈവകൃപ നിറഞ്ഞവളാണ്, നീ ദൈവകൃപ നിറഞ്ഞവനാണ്. വിശ്വാസത്തോടെ ആ വചനം ഏറ്റെടുക്കുക. ദൈവകൃപ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ ബുദ്ധി കൊണ്ടോ, എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ ഒന്നും കൊണ്ടല്ല. ദൈവകൃപ എന്നിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നോ ആ അവസ്ഥയിൽ ഞാനായിരിക്കുന്നത്. അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നിന്നോട് കൂടെ. നമ്മളെപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കൂടെ എൻ്റെ ദൈവം എപ്പോഴും ഉണ്ട്. നമ്മൾ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്, കർത്താവേ, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. മാതാപിതാക്കളോ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്നും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകില്ല. എന്നാൽ ദൈവമായ കർത്താവ്, സ്നേഹനിധിയായ പിതാവ്, സർവശക്തനായ ദൈവം നിൻ്റെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ദൈവം. ആ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ, ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മോടൊപ്പം ഉള്ളതിനാൽ ഒന്നിനെ ഓർത്തും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരും. വിശ്വസിക്കുക, ഈ വചനം ആമേൻ ചൊല്ലി സ്വീകരിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസം നമുക്ക് ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും, സ്വജാതീയരും വിജാതീയരുമായ എല്ലാ മക്കളെയും ആ സ്നേഹനിധിയായ പിതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാം.
ആ ദൈവകൃപ അവരിലേക്ക് നിറയട്ടെ. അവരും ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കട്ടെ. അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ നല്ലൊരു ദിവസം ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.